ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ ഏത്തം വാഴയ്ക്കൊക്കെ അതുപോലെ തന്നെ ഏത് തരം വാഴയ്ക്കായാലും നമ്മൾ അരിഞ്ഞ് തോരാൻ വയ്ക്കാനായാലും കറിക്കൊക്കെ എടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ ഈ കയ്യിൽ അതിൻ്റെ കറ പറ്റി കൈയൊക്കെ നല്ലതുപോലെ കറുത്ത് പോകാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിലെടുത്ത് നല്ലതുപോലെ ഒന്ന് കയ്യിലൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കയ്യിലൊന്നും കറയൊന്നും പറ്റിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഏത്തങ്ക ആയാലും ഏത് കായായാലും നമ്മൾ വൃത്തിയാക്കുക കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞ് ഇടുന്ന ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അടുത്ത ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വാഴയ്ക്ക ഇതിൽ അരിഞ്ഞിടുകയാണെങ്കിൽ വാഴയ്ക്ക ഒട്ടും തന്നെ കറുത്തും പോകില്ല. നല്ലതുപോലെ നമുക്ക് വാഴയ്ക്ക അരിഞ്ഞിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ചായയും അതുപോലെ തന്നെ കട്ടൻ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ് ഇത് കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ സൈഡെല്ലാം നല്ലതുപോലെ കറുത്ത് വൃത്തിയില്ലാതാവാറുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ കളയാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ അളവിൽ ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കുറച്ച് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സ്പൂണ് കൊണ്ട് തന്നെ ഈ അരിപ്പയിലെല്ലായിടത്തും ഈ ദോശമാവൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 അരിപ്പയിലും നിറയെ ഇതുപോലെ മാവൊന്ന് തേച്ച് കൊടുത്ത് ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. നിങ്ങളെല്ലാവരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ല. കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ മാവ് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതുമാത്രമല്ല, നല്ലൊരു പുതിയ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ആ സൈഡെല്ലാം ഒന്ന് ആ ഒരു ഇടഭാഗത്തൊക്കെ നല്ലതുപോലെ തേച്ച് ഇതുപോലെ നല്ലതുപോലെ വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര കറയുള്ള അരിപ്പയും നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് മല്ലിയിലയൊക്കെ നിറയെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഇല്ലാതായി പോകാറുണ്ട്. ഞാൻ കുറേ ടിപ്സ് ഇട്ടിട്ടുണ്ട് മല്ലിയിലയുടെ. ഇതൊരു പുതിയ ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയില ആ ഒരു മൂട് ഭാഗം മാത്രം കഴുകിയെടുക്കുക. അതിൻ്റെ ഇലഭാഗം ഒന്നും നനയാതെ നല്ലതുപോലെ കഴുകിയ ശേഷം ഇതുപോലെ ഒരു ബോട്ടിലെടുത്ത് അതിൽ കുറച്ച് വെള്ളം മൂട് ഭാഗം മാത്രം നിൽക്കാൻ പറ്റിയ കുറച്ച് വെള്ളം ഇട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം. നല്ലതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിനെ എല്ലാം മടക്കി ഒന്ന് ആ ഒരു ബോട്ടിനകത്താക്കണം. വെള്ളം നനയാത്ത രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ബോട്ടിനകത്താക്കിയ ശേഷം നമ്മളിതിനെ നല്ലതുപോലെ അടച്ചാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പം നമ്മളിത് എല്ലാം അതിനുള്ളിനകത്താക്കി നല്ലതുപോലെ ഒന്ന് അടച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് മല്ലിയില കേടാവാതിരിക്കും. നമ്മളത് കുറച്ച് വെള്ളം മാത്രമേ അവിടെ ഒഴിച്ചിട്ടുള്ളൂ, ആ ഒരു മൂട് ഭാഗത്ത് നനയാൻ വേണ്ടി മാത്രം. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വറുത്തരയ്ക്കുന്ന കറികൾക്കൊക്കെ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ തേങ്ങ ചിരകിയ ശേഷം ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയ ശേഷം നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അധികം താമസമില്ലാതെ ഗ്യാസ് ലാഭിക്കാം. പെട്ടെന്ന് തന്നെ തേങ്ങ നല്ലതുപോലെ മൂത്ത് കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുന്നതിന് മുമ്പേ കുറച്ച് എണ്ണയും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കടലക്കറിക്കായാലും ഏത് കറിക്കായാലും വറുത്തരച്ച് വെക്കുന്ന കറിക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. പെട്ടെന്ന് തന്നെ ജോലികളും തീർത്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ തലേ ദിവസമൊക്കെ നമ്മൾ അരി ഉഴുന്നൊക്കെ ആട്ടി വയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ലതുപോലെ അരിയും മാവൊക്കെ പുളിച്ച് കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അരി അരച്ച ശേഷം നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ കലക്കി വയ്ക്കാം മാവ്. നമ്മൾ സ്പൂൺ കൊണ്ട് കലക്കാതെ തന്നെ കൈ കൊണ്ട് നല്ലതുപോലെ ഉടച്ചതിനെ കലക്കിയെടുക്കാം.
അതിനുശേഷം ഇതുപോലത്തെ ഒരു സവാള, ചെറിയൊരു സവാള നല്ലതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം ഈ മാവിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങി വരുമ്പോൾ തന്നെ ആ സവാള നല്ലതുപോലെ താന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവിനെ പുളിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ആ പിറ്റേന്ന് മാവ് എടുത്തപ്പോൾ കണ്ട നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു സവാളയൊന്ന് മാറ്റിയ ശേഷം ഉപ്പൊക്കെ ചേർത്തൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉപ്പും ചേർത്ത് കലക്കിയ ശേഷം നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ചുടാൻ നമുക്ക് പറ്റും. അപ്പം നമ്മളിങ്ങനെ പരുവായെന്ന് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാവ് നല്ലതുപോലെ ദോശ ചുടുമ്പോൾ കുമിളകൾ വരും. അങ്ങനെ വരികയാണെങ്കിൽ ദോശ നല്ല പഞ്ഞി പോലത്തെ ദോശയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവല്ലേ.